ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും ക്ലാസ് ന്യൂട്രലോ? അല്ല നോവോൾട്ട് കോയിലിന് മറ്റേതിനകത്ത് ഫീൽഡിലേക്ക് നേരിട്ടായിരുന്നു നാശം പോയിരുന്നത്. ഓക്കെ, ഇതില് നോവോൾട്ട് കോയിലിന് സെപ്പറേറ്റ് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ന്യൂട്രൽ അല്ല, എന്നാട്ടോ. നിങ്ങൾ എന്ന് വെച്ചപ്പം നമ്മൾ AC സപ്ലൈന്റെ ന്യൂട്രൽ വിചാരിച്ചതായിരിക്കാം. അത് എന്നൊരു ടെർമിനൽ, നമ്മൾ എന്നൊരു ടെർമിനലിന് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുള്ളൂ, ന്യൂട്രൽ അല്ല കേട്ടോ. അപ്പൊ ദേവദത്തൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. നമുക്ക് നോക്കാം എന്താ വ്യത്യാസം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഫീൽഡിലോട്ട് കണക്ഷൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഹോൾഡിംഗ് കോയിൽ അല്ലെ നോവോൾട്ട് കോയിലിലൂടെ കേറി ഇറങ്ങിയിട്ടാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഫീൽഡ് കോയിലിലേക്ക് കണക്ഷൻ വരുന്നത് ത്രൂ നമ്മളുടെ NVC അല്ലെങ്കിൽ നോവോൾട്ട് കോയിൽ വഴിയാണ്. 4 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ബാക്കി എല്ലാ കണക്ഷൻസും സെയിം ആണ്. പക്ഷെ വ്യത്യാസം വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക, നോവോൾട്ട് കോയിലൂടെ കേറിയിട്ടല്ല ഇവിടെ കണക്ഷൻ വരുന്നത്, ഫീൽഡിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ ആണ് വരുന്നത്. നിങ്ങൾ ഇവിടെ ചിത്രത്തിൽ നോക്കുക, ഫീൽഡിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ ആണ് വരുന്നത്. നോവോൾട്ട് കോയിലിലോട്ട് ടാപ്പ് ചെയ്ത് വേറൊരു കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നു, ബാക്കി എല്ലാ കൺസ്ട്രക്ഷനും സെയിം ആണ്. റെസിസ്റ്റൻസ് സീരീസ് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ തന്നെയാണ്. ചിത്രത്തിൽ നോക്കിയാലും അത് അതുപോലെ തന്നെയാണ്. നിങ്ങൾ നോക്കുക, സപ്ലൈ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇതിലൂടെ കയറി ഇതിലൂടെ വന്ന് ആർമേച്ചറിന് സീരീസ് ആയിട്ട് തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. നോവോൾട്ട് കോയിൽ ഉണ്ടോ, ഓവർലോഡ് കോയിൽ ഉണ്ടോ, അതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്ന പോർഷൻ ഈ ഒരു പോർഷനിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോ നമ്മളുടെ ഫീൽഡ് കോയില് നിങ്ങൾ നോക്കുക, ഇവിടെ ഡയറക്റ്റ് ടാപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. കണ്ടോ, ഡയറക്റ്റ് ഇങ്ങോട്ട് കണക്ഷൻ ആണ് വരുന്നത്. ഒരിക്കലും എന്തിലൂടെ കേറുന്നില്ല, ഹോൾഡിംഗ് കോയിലിലൂടെ കേറിയിട്ടല്ല എങ്ങോട്ട് കറണ്ട് വരുന്നത്, ഫീൽഡ് കോയിലിലേക്ക് വരുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എപ്പോഴും നിങ്ങൾക്ക് വൈവയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റ് ആട്ടോ ഇത്. എന്താന്ന് ചിന്തിച്ച പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏതാണ് പിന്നെ ഈ ഇങ്ങനെ പുറമേ കൊടുക്കുന്നതാണോ അതോ 3.4 പോയിന്റ് തമ്മിലുള്ള വ്യത്യാസം? ഇങ്ങനെ 3 4 പോയിന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, there is a separate connection for field. അതായത് ഫീൽഡ് കണക്ഷൻ എന്തിലൂടെ കേറുന്നില്ല, ഹോൾഡിംഗ് കോയിലൂടെ കേറിയല്ല വരുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് നമ്മള് സ്പീഡ് കൺട്രോളിന് വേണ്ടിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോ അപ്പൊ 3 പോയിന്റ് സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധി കൂടുതൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കറണ്ട് ഫ്ലോ ഒരു പരിധി കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നോവോൾട്ട് കോയിൽ അല്ലെ ഹോൾഡൻ കോയിൽ ഹോൾഡ് ചെയ്ത് നിർത്തില്ല. ഓക്കെ, സ്പീഡ് കൺട്രോൾ ഒന്നും ഞാൻ എടുക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിലാണ് അല്ലെ. ബാക്കിയുള്ളവര് വേറെ ആർക്കെങ്കിലും? പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ് കേട്ടോ. ദേവദത്ത് നന്നായിട്ട് മെഷീൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ITല്. അഖിൽ മോഹൻ ക്ലാസ് ഉത്തരെന്താ ആൻസർ? ഇതിന്റെ ആൻസർ എന്താ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ആൻസർ പറഞ്ഞ സംഭവം തന്നെയാണ്. ഇതിപ്പോ കട്ടാവട്ടെ, ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യാൻ പോവാണ്. എന്റെ മൈക്ക് ഇപ്പൊ പോകും, മൈക്ക്. ഒരു മിനിറ്റ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നീ മൈക്ക് എനിക്ക് വേണം, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് ഇപ്പൊ തിരിച്ചു വരും. ഞാൻ എന്റെ PC ചേഞ്ച് ചെയ്യും, എന്റെ ഫോൺ ഞാൻ കുറച്ച് തിരിച്ചു വരും. ഞാൻ ടൈപ്പിംഗ് ഉണ്ടാവും, ആരെങ്കിലും വായിക്കും. ഓക്കെ, 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം. കാരണം ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്, അതുകൊണ്ടാണ്. ഡിജിറ്റൽ എടുക്കണ്ടോ? ഉണ്ട്. ചിലപ്പോ ഞാൻ കുറച്ച് നേരം കട്ടാക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ അമ്മേന്റെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി, അപ്പൊ അതിന്റെ പരിപാടി ഉണ്ട്, താഴെ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല.
ആരെ വിളിക്കുക? ആരും അറിഞ്ഞില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം നമുക്ക്. അപ്പൊ വ്യത്യാസം നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പൊ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ ഒരു നമ്മളുടെ ഫീൽഡിലൂടെ കറണ്ട് കയറുന്നില്ല, ഫീൽഡിലൂടെ വരുന്ന കറണ്ട് ഡയറക്റ്റ് ആണ് വരുന്നത്, അതായത് ഹോൾഡിംഗ് കോയിലൂടെ കയറുന്നില്ല. ഇതിന്റെ അഡ്വാൻറ്റേജസ്, നമ്മള് ഈ ഒരു സ്റ്റാർട്ടർ 3 പോയിന്റ് സ്റ്റാർട്ടറിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ഉണ്ട്. സ്പീഡ് കൺട്രോൾ എടുക്കാൻ പോകുന്നുള്ളൂ. സ്പീഡ് കൺട്രോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ n പ്രപ്പോർഷണൽ ടു EB/phi ആണെന്ന് അറിയാം. അപ്പൊ ബൈ കൺട്രോളിംഗ് ദ ഫ്ലെക്സ് വി ക്യാൻ ചേഞ്ച് ദ സ്പീഡ് എന്നാണ് പറയുന്നത്. അതായത് ഫ്ലെക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഫ്ലെക്സ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്പീഡിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്യുന്നു, സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫ്ലെക്സ് കൺട്രോൾ ചെയ്താൽ മതി എന്ന് നമ്മളുടെ ഇക്വേഷൻ വഴി നമുക്കറിയാം. അപ്പൊ ഫ്ലെക്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ കറണ്ടിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ആഡ് ചെയ്യാണ്. സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ ISH V/RSH ആണ്. സോ റെസിസ്റ്റൻസ് ഇവിടെ എന്തായി? റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടി. റെസിസ്റ്റൻസ് കൂടുമ്പം ഷണ്ട് ഫീൽഡ് കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, ആ കറണ്ട് ഏതിലൂടെയാണ് വരുന്നത്? നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് വരുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിലൂടെ കയറിയിട്ടാണ് ആ കറണ്ട് ഫീൽഡിലോട്ട് വരുന്നത്. ഇപ്പൊ ഫീൽഡിലേക്ക് കുറച്ച് കറണ്ടേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിലോട്ട് വരുന്ന കറണ്ടും എന്തായിരിക്കും? കുഞ്ഞു കറണ്ട് ആയിരിക്കും. അപ്പൊ അതിന് അത്രത്തോളം മാഗ്നറ്റൈസിങ് പവർ ഉണ്ടാവില്ല. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാന്തിക ശക്തി നൽകാനൊന്നും ആർക്ക് കഴിയില്ല? ഇലക്ട്രോ മാഗ്നറ്റിന് കഴിയില്ല. അപ്പൊ എന്താവും? അതിന് അത്രത്തോളം മാഗ്നറ്റൈസിങ് പവർ ഇല്ലെങ്കിൽ ആരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല? നമ്മളുടെ ഹാൻഡിലിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ഈ റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റൈസിങ് പവറിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മളുടെ ഹാൻഡിലിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സോ ഹാൻഡിൽ എന്താവും? അവിടുന്ന് തിരിച്ച് റിലീസ് ചെയ്യപ്പെടും. കാരണം എന്താ? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് കൊടുക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സിൽ തിരിച്ച് ആര് വലിക്കും? സ്പ്രിങ് വലിക്കും. സോ ഹാൻഡിൽ റിലീസ് ആവുകയും പണ്ടത്തെ പൊസിഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ മോട്ടോർ എന്താവും? സ്റ്റോപ്പ് ആവും. മോട്ടോർ നമുക്കൊരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ വരില്ല. മോട്ടോർ ഇടയ്ക്ക് ഓഫ് ആവും, ഇടയ്ക്ക് ഓൺ ആവും, ഇങ്ങനെ ഒരു സംഭവം വരും. അതായത് ഇടയ്ക്ക് ഓൺ ആവും മീൻസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ടറിനെ പണ്ടത്തെ പൊസിഷനിലേക്ക് വെക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ എന്താവും? ഡിമാഗ്നറ്റൈസ് ചെയ്യില്ലേ? മാഗ്നറ്റൈസ് അല്ല, മാഗ്നറ്റൈസിംഗ് പവർ അത്രയും വരില്ല. ഹാൻഡിൽ വീണ്ടും ഓപ്പോസിഷനിലേക്ക് പോകും. അപ്പൊ അവിടെ നമ്മളുടെ ഒരു ഓപ്പറേഷൻ ഒരു ഡിസ്കണ്ടിന്യൂസ് ആവും. അപ്പൊ ഇതാണ് 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നത്. ആ ഡ്രോബാക്ക് ഓവർകം ചെയ്തതാണ് 4 പോയിന്റ് സ്റ്റാർട്ടർ വെച്ചിട്ട്. ഇവിടെ നമ്മള് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ്, ഫീൽഡും ഹോൾഡിംഗ് കോയിലും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഫീൽഡിലോട്ട് വരുന്ന കറണ്ടും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ഹോൾഡിംഗ് കോയിലിലേക്ക് വരുന്ന കറണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടൊരു കണക്ഷൻ ആണ് പോകുന്നത്. സോ ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽഡിൽ റെസിസ്റ്റൻസ് എത്ര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫീൽഡിലെ കറണ്ട് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മുടെ ഹോൾഡിംഗ് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഹോൾഡിംഗ് കോയിലിൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് കോയിലിന് മാഗ്നറ്റൈസിങ് പവർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് കോയിൽ നമ്മളുടെ ഹാൻഡിലിനെ അത് സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിർത്തിക്കോളും. ഇതാണ് ഒരു 4 പോയിന്റ് സ്റ്റാർട്ടറും 3 പോയിന്റ് സ്റ്റാർട്ടറും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസും എന്നും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ ഒരു പോയിന്റ്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. അതായത് ഇവിടെ നമ്മളുടെ
ഫീൽഡിലോട്ട് നമ്മൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്തു. നിങ്ങൾ കാണാം ഇവിടെ റെസിസ്റ്റൻസ്, ഞാൻ ഫീൽഡിൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? ISH is equal to V/RSH ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആരും കൂടെ വന്നു, ഈ ഒരു റെസിസ്റ്റൻസ് ആറും കൂടെ വന്നു. സോ റെസിസ്റ്റൻസ് കൂടിയപ്പോ റെസിസ്റ്റൻസ് കൂടി അപ്പൊ കറണ്ട് എന്താവും? കുറയും. അതായത് ഫീൽഡിലോട്ട് പോകുന്ന കറണ്ട് കുറഞ്ഞു. ഇപ്പൊ ഫീൽഡിലൂടെ പോകുന്ന കറണ്ട് കുറഞ്ഞു നിങ്ങൾ ഓർത്ത് വയ്ക്കാം. നിങ്ങൾ നോക്കുക, നമ്മളുടെ 3 പോയിന്റ് സ്റ്റാർട്ടറില് ഫീൽഡിലോട്ട് കറണ്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഈ ഒരു ഹോൾഡിംഗ് കോയിൽ അല്ലെങ്കിൽ ലോ വോൾട്ട് കോയിലൂടെ കേറി ഇറങ്ങിയിട്ടാണ് ഫീൽഡിലോട്ട് കറണ്ട് വന്നിരുന്നത്. ഇപ്പൊ ഫീൽഡിലെ കറണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോൾഡിംഗ് കോയിലിന്റെ മാഗ്നറ്റൈസിങ് പവർ കുറഞ്ഞു. അപ്പൊ അത്രയും മാഗ്നറ്റൈസിങ് പവർ കുറഞ്ഞപ്പോ ഒരു സംഭവത്തിന് നമുക്ക് അത്രത്തോളം ആകർഷിച്ച് കൂടെ കൂട്ടാൻ ആർക്ക് പറ്റില്ല? നമ്മളുടെ ഹോൾഡിംഗ് കോയിലിന് പറ്റില്ല. കാരണം എന്താ? ഹോൾഡിംഗ് കോയിലിന്റെ മാഗ്നറ്റൈസിങ് പവറിനേക്കാൾ വലിയൊരു ഫോഴ്സ് ഈ സ്പ്രിങ് പ്രയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഹോൾഡിംഗ് കോയിലിനെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിക്കുന്നില്ല? അല്ല, ഹോൾഡിംഗ് കോയിലല്ല, നമ്മളുടെ ഹാൻഡിലിനെ പിടിച്ചു നിർത്താൻ ഹോൾഡിംഗ് കോയിലിന് സാധിക്കുന്നില്ല. കാരണം അതിന്റെ മാഗ്നറ്റൈസിങ് പവറിലെ കാന്തിക ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിലിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്താവും? ഹാൻഡില് തിരിച്ച് ഓഫ് കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ ഇതൊരു 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു. അപ്പൊ അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോഴാണ് 4 പോയിന്റ് സ്റ്റാർട്ടറിലേക്ക് വന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറ്റാതിരുന്നത്? ഫീൽഡിലൂടെ പോകുന്ന കറണ്ട് തന്നെയായിരുന്നു ഹോൾഡിംഗ് കോയിലിലൂടെ പോയിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. അത് ഓവർകം ചെയ്തത് ഇവിടെ എങ്ങനെയാണ്? ഹോൾഡിംഗ് കോയിലിലോട്ട് വേറെ കണക്ഷനും ഫീൽഡിലോട്ട് വേറെ കണക്ഷനുമായിട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോ കറണ്ട് ഫീൽഡിലോട്ട് കരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് റെഡ് കളർ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. നമ്മളുടെ ഹോൾഡിംഗ് കോയിലിലോട്ടുള്ള കറണ്ട് എങ്ങനെയാ പോകുന്നത്? ഈ രീതിയിലുമാണ് പോകുന്നത്. അതായത് ഈ ചിത്രത്തിൽ അത് ടോട്ടൽ വരുന്ന കറണ്ടിനെ ഞാൻ പച്ച കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് രണ്ടായിട്ട് പാരലൽ കണക്ഷൻ ആണ്, രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് പോവാണ്. ഒരു ഭാഗം എങ്ങോട്ടാ പോകുന്നത്? ഫീൽഡിലോട്ടും മറ്റേ ഭാഗം എങ്ങോട്ട് പോകുന്നു? ഹോൾഡിംഗ് കോയിലിലോട്ടും പോകുന്നു. ഈ പിക്ചറില് ഫീൽഡ് കോയില് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഫീൽഡ് കോയിലിലൂടെ പോകുന്ന കറണ്ട് ആരെ ബാധിക്കുന്നില്ല? ഹോൾഡിംഗ് കോയിലിലൂടെ പോകുന്ന കറണ്ടിനെ ബാധിക്കുന്നില്ല. പാരലൽ സർക്യൂട്ട് ആണല്ലോ, രണ്ടും എങ്ങനെയാണ്? അതിന്റെ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡബിൾ ആയിരിക്കും. സോ ഫീൽഡ് കോയിലിൽ നമ്മൾ ഇവിടെ കറണ്ട് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡിംഗ് കോയിലിനെ എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് കോയിലിൽ എപ്പോഴും ഒരേ രീതിയിലുള്ള മാഗ്നറ്റൈസിങ് പവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എപ്പോഴും ഹാൻഡിലിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഫീൽഡിലെ കറണ്ട് വേരി ചെയ്താൽ അത് ഹോൾഡിംഗ് കോയിലിനെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ഓപ്പറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഹലോ, നമ്മള് 3 പോയിന്റ് സ്റ്റാർട്ടറില് ഈ ഓവർലോഡ് വരുന്ന സമയത്ത് ഈ ഹോൾഡ് ഓൺ കോയിൽ വഴിയാണ് ഇതിലോട്ട് സപ്ലൈ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർലോഡ് റിലീസ് കോയിൽ ആക്റ്റീവ് ആകുമ്പോൾ ഹോൾഡ് ഓൺ കോയിൽ ട്രിപ്പ് ആവും. പക്ഷെ 4 പോയിന്റിന്റെ കണ്ടീഷനില് വീട്ടിലോട്ട് സെപ്പറേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഹോൾഡ് ഓൺ കോയിലിന്റെ വർക്കിംഗ് എങ്ങനെയാവും?
ഞാൻ ഉദ്ദേശിക്കുന്നത് ഓവർലോഡ് വരുന്ന സമയത്ത് ഓവർലോഡ് വന്നു. ഓവർലോഡ് വരികയാണെങ്കിൽ കറണ്ട് എങ്ങോട്ടാ പോവാ? അതായത് നമ്മളുടെ കറണ്ട് എപ്പോഴും കൂടുതൽ എങ്ങോട്ട് ഓവർലോഡ് വരികയാണെങ്കിൽ ആ കൂടി വരുന്ന കറണ്ട് എങ്ങോട്ടാ പോവാ? ആർമേച്ചറിലേക്കല്ലേ പോവാ? അതായത് ഫീൽഡിലോട്ടുള്ള കറണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് എന്താ പറയാ, കറണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ കറണ്ട് എങ്ങോട്ടായിരിക്കും പോവാ? ആർമേച്ചറിലേക്കായിരിക്കും പോവാ. അതൊന്നാമത്തെ കാര്യം. ഇനി ഇവിടെ നമ്മളെ കറണ്ട് ഏത് വഴിയാ വരുന്നത് നോക്കുക. കറണ്ട് എപ്പോഴും അതിപ്പോ ഫീൽഡിലോട്ടായാലും ആർമേച്ചറിലേക്കായാലും കറണ്ട് വരുന്നത് അതായത് ഒരാള് നമ്മൾ പറയില്ലേ വരുന്ന വഴി നോക്കുമ്പോ നിങ്ങൾ നോക്കുക, വരുന്ന വഴി അതായത് എല്ലിലൂടെ കേറി ഇവിടെ അല്ലേ ഓവർലോഡ് റിലേയിലൂടെ കേറി, ഓവർലോഡ് കോയിലൂടെ കേറി സ്റ്റാർട്ടറിന്റെ ഹാൻഡില് വഴിയാണ് കറണ്ട് വരുന്നത്. ക്ലിയർ ആണോ ആ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ടറിന്റെ ഹാൻഡില് വഴി. ഈ ഹാൻഡില് നിങ്ങൾ കാണുന്ന സ്റ്റെഡ് 1 എത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മളെ എന്ത് പോവുള്ളൂ? ഫീൽഡിലേക്കാണെങ്കിലും ആർമേച്ചറിലേക്കാണെങ്കിലും കറണ്ട് പോകുള്ളൂ. അത് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മളിപ്പോ മോട്ടോറിന്റെ ഹാൻഡിൽ ഇവിടെ എത്തി എന്ന് കരുതുക. അതായത് റൺ കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് കറണ്ട് കൂടുമ്പോ ഇവിടെ അല്ല ഈ ഒരു ചതുരത്തിൽ ആ ഒരു എന്താ പറയാ ഒരു ലിവറാണ്. ആ ലിവർ മേലോട്ട് പൊങ്ങി മാഗ്നറ്റൈസ് ചെയ്ത് ഓവർലോഡ് റിലേന്റെ എന്തുണ്ടായി? ഓവർലോഡ് റിലേ കൂടുതലായിട്ട് മാഗ്നറ്റൈസ് ചെയ്തു. ആ ഒരു ലിവർ മേലോട്ട് പൊങ്ങിയിട്ട് സോഫ്റ്റ് അയൺ, ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് സോഫ്റ്റ് അയൺ. നിങ്ങൾ പ്രാക്ടിക്കലി ട്രയാങ്കുലർ ഷേപ്പിലൊന്നും ആയിരിക്കില്ല കേട്ടോ. ആ ട്രയാങ്കുലർ ഷേപ്പ് മേലോട്ട് പൊങ്ങി നമ്മൾ എന്തായി? ഷോർട്ട് സർക്യൂട്ട് ആയി അവിടെ. അതായത് നമ്മളുടെ ഇതിലേക്കുള്ള കറണ്ട് എങ്ങനെ പോകും? ഇങ്ങനെ വന്ന് കറണ്ട് നോക്കണേ നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഓവർലോഡ് ഹോൾഡിംഗ് കോയിലേക്കുള്ള കറണ്ട് ഇങ്ങനെ വന്ന് തിരിച്ച് ഇങ്ങനെ തിരിച്ചു പോയി. അപ്പോഴും എങ്ങനെ? ഹോൾഡിംഗ് കോയിലോട്ട് കറണ്ട് പോകുന്നില്ല. അതായത് ഓവർലോഡ് വന്നപ്പോ ഓവർലോഡ് കോയിൽ കൂടുതലായി മാഗ്നറ്റൈസ് ചെയ്തു, ലിവർ മേലോട്ട് പൊങ്ങി, സോഫ്റ്റ് അയൺ ആ ഒരു ടെർമിനലിനെ ഷോർട്ട് ചെയ്തു. അപ്പൊ ആ ടെർമിനലിനെ ഷോർട്ട് ചെയ്തപ്പോ കറണ്ട് ഹോൾഡിംഗ് കോയിലോട്ട് പോകാതെ ഈ ഷോർട്ട് സർക്യൂട്ട് പാത്തിലൂടെ ആയിരിക്കും പോവുക. ഓക്കെ ആണോ? ഞാനേ ഈ ഹോൾഡ് ഓൺ കോയിൽ സെപ്പറേറ്റ് കണക്ട് ചെയ്തപ്പോ അതായത് ഓവർലോഡ് റിലീസ് കോയിലാണ് ഷോർട്ട് സർക്യൂട്ട് ഓവർ കറണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഹോൾഡ് ഓൺ കോയിലിന് അവിടെ മാത്രം തിരിച്ചു ഓക്കെ. ഇപ്പൊ ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിയില്ലേ, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ കറണ്ട് പോകുന്നില്ല എന്ന് പറയുന്നില്ലേ? അല്ല സോറി, ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ കറണ്ട് പോവില്ലല്ലോ. അപ്പൊ ഒരിക്കലും നിങ്ങൾ കറണ്ട് അവിടെ വരെ എത്തിയില്ല എന്നുള്ള കോൺസെപ്റ്റ് വെക്കരുത് കേട്ടോ. അതെന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ ഹയർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ മതിയോ, എന്താ പറയാ, ട്രാവലിംഗ് റിഫ്ലക്ഷൻ ഒക്കെ വരും. അതായത് വരുന്ന കറണ്ട് തിരിച്ച് അതുപോലെ പുറത്തേക്ക് പോവും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഡൗട്ട് വന്നില്ലായിരുന്നു, അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, കോംപ്ലിക്കേഷൻ ആക്കണ്ട. ഇനി നെക്സ്റ്റ് 1 ആണ്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് 3.4 ഉപയോഗിക്കുന്നത് ഷണ്ടിലും കോമ്പൗണ്ട് മോട്ടോറിയും ആണ്. നിങ്ങൾക്ക് ലാബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടർ ഊരി കാണാൻ ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് പുറത്ത് ആ 4 ടെർമിനലുകൾ മാത്രമേ കാണുള്ളൂ. മെഷീൻസ് ലാബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടർ അവിടെ മൗണ്ട് ചെയ്തിരിക്കും, ടേബിളിന്റെ മുകളിൽ 4 പോയിന്റുകളെ കാണുള്ളൂ. അപ്പൊ എന്താ പറയാ, സാറോടൊന്ന് ചോദിച്ചിട്ട്
സ്റ്റാർട്ടർ ഊരി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കുക കേട്ടോ, കാരണം നിങ്ങളെല്ലാം കാണുന്നത് നല്ലതല്ലേ. അപ്പൊ നമ്മള് ഷണ്ടിന്റെയും കോമ്പൗണ്ട് മോട്ടോറിന്റെയും സ്റ്റാർട്ടേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീരീസ് മോട്ടോറിന്റെ സ്റ്റാർട്ടർ ആണ്. സീരീസ് മോട്ടോറിന് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറിന്റെ പേര് 2 പോയിന്റ് സ്റ്റാർട്ടർ ആണ്. കാരണം നമുക്ക് ആർമേച്ചറും ഫീൽഡും സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽഡിലോട്ട് പ്രത്യേകിച്ച് ഒരു കണക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ആർമേച്ചറിലേക്ക് വരുന്ന കറണ്ട് ഫീൽഡിലൂടെ കയറിയിട്ട് തന്നെയാണ് വരുന്നത്. ബാക്കി എല്ലാ കൺസ്ട്രക്ഷനും സെയിം തന്നെയാണ്. ഇവിടെ എന്താ സെപ്പറേറ്റ് ഫീൽഡിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതാ ഹോൾഡിംഗ് കോയിൽ ഉണ്ട്, ഓവർലോഡ് കോയിൽ ഉണ്ട്, ബാക്കി എല്ലാ കൺസ്ട്രക്ഷനും സെയിം ആണ്. ഇത് വീണ്ടും റിപ്പീറ്റ് പറയണോ ഓരോ ഫംഗ്ഷനും? പറയാൻ പറ്റുമോ? പറയാനാല്. അതായത് നമ്മള് സപ്ലൈന്റെ പോസിറ്റീവ് നമ്മളുടെ ഓവർലോഡ് കോയിലൂടെ കേറി, സ്പ്രിങ്ങിലൂടെ കേറി, ഹാൻഡിലൂടെ കേറി, ഹാൻഡിലിന്റെ ഇവിടെ എത്തി. ഹാൻഡിലിന്റെ ഇവിടെ എത്തുമ്പോ അത് ഓഫ് കണ്ടീഷനിലാണ്. ആ സ്റ്റെഡ് അതിൽ ടച്ച് ആയിട്ടില്ല കേട്ടോ, അത് ഇങ്ങനെ കരുതാം, ടച്ച് ആയിട്ടില്ല. നമ്മള് മെല്ലെ ഹാൻഡിൽ തിരിച്ചു, അപ്പൊ ഒന്നാമത്തെ പൊസിഷനിലായിരുന്നു. നമ്മളുടെ സീരീസ് മോട്ടോറിന്റെ കണക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾക്ക് സ്റ്റാർട്ടർ വെക്കുന്ന എന്തിനാ? ആർമേച്ചറിലൂടെ പോകുന്ന ഹൈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹൈ കറണ്ട് വരും, അതിനെ ലിമിറ്റ് ചെയ്യാനാണ്. അപ്പൊ ഈ ആർമേച്ചറിലോട്ട് വരുന്ന ഹൈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെ മാറണം. ഇങ്ങനെ വരച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഈ ആർമേച്ചറിലോട്ട് വരുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളുടെ IAന്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, IA is equal to V minus CB by RA. അപ്പൊ കറണ്ട് കുറയ്ക്കണമെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് ആണ് കൂട്ടേണ്ടത്. അപ്പൊ നമ്മളുടെ സീരീസ് മോട്ടോറിൽ ആർമേച്ചറും ഫീൽഡും എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന് സീരീസ് ആയിട്ടാണ് വരിക. അപ്പൊ നമ്മള് ഈ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ IAയുടെ ഇക്വേഷൻ എന്ത് വന്നു? IA is equal to V minus EB by RA plus R എന്ന് വന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കൂടി, അപ്പൊ IA കുറഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അതങ്ങനെ ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കറണ്ട് ഇവിടെ എത്തി. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഒന്നാമത്തെ സ്റ്റെഡിലേക്ക് ഇട്ടപ്പം കറണ്ട് ഈ റെസിസ്റ്റൻസിലൂടെ ഒക്കെ കേറി ഇറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് കറണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ കറണ്ട് ഹോൾഡിംഗ് കോയിലൂടെ കേറി ഫീൽഡിലൂടെ ഇറങ്ങി ആർമേച്ചറിലൂടെ പോയിട്ട് നമ്മളുടെ പാത്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ രണ്ടാമത്തെ സ്റ്റെഡിലേക്ക് ഇട്ടു, പിന്നെ മൂന്നാമത്തെ സ്റ്റെഡിലേക്ക് ഇട്ടു. അതിനനുസരിച്ച് ആ സ്റ്റെഡ് അവിടെ എത്തുമ്പോഴത്തേക്ക്, അതായത് മൂന്നാമത്തെ സ്റ്റെഡിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും റെസിസ്റ്റൻസ്, അതായത് ഇപ്പൊ മൂന്നാമത്തെ സ്റ്റെഡിൽ എത്തുമ്പോൾ ഇത്രയും റെസിസ്റ്റൻസ് എന്തായി? കട്ട് ഔട്ട് ചെയ്തു. ഇത്രയും റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ആകെ ഉണ്ടാവുന്ന ഈ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. റെസിസ്റ്റൻസ് ഈക്വൽ ടു R ഈക്വൽ ടു റോ L by A ആണ്. അപ്പൊ ലെങ്ത് എങ്കിലും വെച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ നാലാമത്തെ സ്റ്റെഡിൽ എത്തുമ്പോഴത്തേക്ക് വീണ്ടും റെസിസ്റ്റൻസ് കുറഞ്ഞു. അഞ്ചാമത്തെ സ്റ്റെഡിൽ എത്തുമ്പോഴത്തേക്ക് വീണ്ടും റെസിസ്റ്റൻസ് കുറഞ്ഞു. ലാസ്റ്റ് സ്റ്റെഡ് ഇവിടെ കാണിച്ചിരിക്കുന്ന ആറാമത്തെ സ്റ്റെഡ് ആണ്. ആറാമത്തെ സ്റ്റെഡ് എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് റെസിസ്റ്റൻസും കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മളുടെ ബാക്ക് EMF ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ബാക്ക് EMF ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആർമേച്ചർ കറണ്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ റണ്ണിൽ എത്തിക്കഴിഞ്ഞു. മോട്ടോറിലേക്കുള്ള കറണ്ട് ഈ ഒരു പൊസിഷൻ വഴി ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് പോയി പാത്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കീപ്പർ ഉണ്ട്. അത് കറക്റ്റ് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തായി ഹോൾഡ് ഓൺ കോയിൽ ആ ഒരു ഹാൻഡിലിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യണം. ഹോൾഡിംഗ് കോയിലിന്റെ എങ്ങനെയാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറണ്ട് ആർമേച്ചറിലോട്ട് പോകുന്ന കറണ്ട്
ത്രൂ ദ ഹോൾഡിംഗ് കോയിൽ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് കോയിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മാഗ്നറ്റൈസ് ചെയ്യും. മാഗ്നറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള സോഫ്റ്റ് അയണിനെ പിടിച്ചു നിർത്തും. മാഗ്നറ്റ് അയണിനെ അട്രാക്ട് ചെയ്ത് നിർത്തും. അതുകൊണ്ടാണ് ഹാൻഡിൽ അവിടെ നിൽക്കുന്നത്. സോ ഹോൾഡിംഗ് കോയിലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡിലിനെ പിടിച്ചു നിർത്തുക, അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. പിന്നെ നോ വോൾട്ട് റിലീസ് എന്ന് പറയാൻ കാരണം എന്തെങ്കിലും സപ്ലൈ പോവുകയാണെങ്കിൽ, സപ്ലൈ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിലേക്ക് കറണ്ട് വരില്ല. കറണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആ സോഫ്റ്റ് അയണിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഈ സൈഡിലേക്ക് ആര് വലിക്കുന്നുണ്ട്? സ്പ്രിങ് വലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ഓഫ് കണ്ടീഷനിലോട്ട് പോകും. അതുകൊണ്ടാണ് അതിന്റെ മറ്റൊരു പേര് നോ വോൾട്ട് കോയിൽ. രണ്ട് പേരാണുള്ളത്. രണ്ട് പേരാണ് ഒരേ കോയിൽ ഉള്ളത്. ഹോൾഡിംഗ് കോയിൽ, മറ്റൊന്ന് നോ വോൾട്ട് കോയിൽ. ഹോൾഡിംഗ് കോയിൽ എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ഹാൻഡിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട്. നോ വോൾട്ട് കോയിൽ എന്ന് വിളിക്കാൻ കാരണം സപ്ലൈയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്ത് ഹാൻഡിൽ റിലീസ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് നോ വോൾട്ട് കോയിൽ എന്ന് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് ഓവർലോഡ് കോയിലാണ്. ഓവർലോഡ് കോയിൽ കൂടുതൽ കറണ്ട് വരുമ്പോൾ, ഓവർലോഡ് വരുമ്പോൾ, ലോഡ് കൂടുമ്പോൾ കറണ്ട് കൂടി, കറണ്ട് കൂടുമ്പോൾ ആ കറണ്ട് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റ് വഴിയാണ്. ഇലക്ട്രോമാഗ്നറ്റിലൂടെ കൂടുതൽ കറണ്ട് പോകും. കൂടുതൽ കറണ്ട് പോകുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റ് കൂടുതലായിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. സോ മാഗ്നറ്റൈസിങ്ങിന്റെ പവർ കൂടി, അപ്പൊ അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലിവറിനെ പിടിച്ച് മേലോട്ട് വലിക്കും. ലിവറിന്റെ മേലെ ഒരു അയൺ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു അയൺ ആണ്. ഈ ഒരു ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു അയൺ ആണ് ഉള്ളത്. ആ അയൺ മേലോട്ട് പോകും. മേലോട്ട് പോകുമ്പോ ഇവിടെ ഇങ്ങനെ ഷോർട്ട് ആവും. AB ഷോർട്ട് ആവും. അപ്പൊ കറണ്ട് പോവുക ഇങ്ങനെ വന്ന് B കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഷോർട്ട് സർക്യൂട്ട് പാത്തിലൂടെ വന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇങ്ങോട്ടായിരിക്കും പോവുക. അതായത് ആർമേച്ചറിലേക്ക് പോയി ആ കറണ്ടിന്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്തു. പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് തന്നെ ഇലക്ട്രോമാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്യും. കാരണം ഇലക്ട്രോമാഗ്നറ്റിലേക്ക് കറണ്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്തു ഹാൻഡിലിനെ റിലീസ് ചെയ്യും. ഓക്കെ ആണോ? ഈ സ്റ്റാർട്ടറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാറുള്ളതാട്ടോ അതൊക്കെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്? ആ വരയ്ക്കാൻ എളുപ്പമാണ്. വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനേ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 മാർക്കിന് ഇങ്ങനെ ഹോൾഡിംഗ് കോയിലിന്റെയോ MVCയുടെയോ, MVC എന്താണോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കോയിൽ എന്താണോ, ഓവർലോഡ് റിലേ എന്താന്ന്, ഓവർലോഡ് കോയിൽ എന്താണോ 2-3 മാർക്കിന് 2 മാർക്കിന് ചോദിച്ചെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. ചിത്രം എളുപ്പമാണ്. നിങ്ങൾ ഈ എന്താ പറയുക ഇങ്ങനെ കാണുമ്പോ അതിനെ കോംപ്ലിക്കേഷൻ ആക്കി കരുതണ്ട. ഒന്ന് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം എന്താ വെച്ചാല് ആർമേച്ചർ വരയ്ക്കുക. ആർമേച്ചറിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം. അപ്പൊ കുറച്ച് സ്റ്റെപ്പും കൊടുത്തേക്ക് ഇടയ്ക്ക് നിങ്ങൾ വൃത്തിയിൽ വരച്ചിരിക്കണം. പിന്നെ കറണ്ട് വരുന്നത് L വന്ന് നിങ്ങൾക്ക് സ്വിച്ച് വേണം ഏതൊക്കെ വയ്ക്കുക. പിന്നെ ഇതൊരു ഹാൻഡിലൂടെയാണ്. അവിടെ സ്പ്രിങ് ഉണ്ട്. ഹാൻഡിലും വരയ്ക്കാം. L മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഇതിന്റെ ഹാൻഡിലിന്റെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പോകുന്ന ഓക്കെ. പിന്നെ എന്താക്കുക, ഫീൽഡ് ആണുള്ളത്. ഇതിന്റെ ഇടയിൽ എന്ത് വരയ്ക്കാണ്ട്? ഓവർലോഡ് റിലേ വരയ്ക്കാണ്ട്. ഓവർലോഡ് റിലേ വിട്ടുപോയിട്ടുണ്ട്. ഓവർലോഡ് റിലേ വരയ്ക്കുക. ഇനി ഫീൽഡിലോട്ട് കണക്ഷൻ ആണ്. ഫീൽഡിലോട്ട് ഇവിടെ തന്നെ ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഫീൽഡിലോട്ട് 3 പോയിന്റ് ആണെങ്കിൽ നമുക്ക് വേണം ഹോൾഡിംഗ് കോയിൽ വേണമെന്നറിയാം. അപ്പൊ ഹോൾഡിംഗ് കോയിലും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഹോൾഡിംഗ് കോയിലൂടെ കയറിയിട്ട് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ലിവർ, ഇത്രയേ ഉള്ളൂ. അത്രയും നീറ്റ്നെസ് ഒന്നും നോക്കണ്ട. നിങ്ങൾ ഏകദേശം ഒരു ചിത്രങ്ങൾ വരയ്ക്കുക. ഭാഗങ്ങളൊക്കെ ഉണ്ടാവണം എപ്പോഴും. എന്താ പറയാ, നമ്മൾ ഭാഗങ്ങൾ, അതായത് നിങ്ങൾ എന്ത് ചിത്രം വരച്ചിട്ടുണ്ടെങ്കിലും പാർട്സ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചിത്രം അത്രയും, എല്ലാവർക്കും ചിത്രം വരയ്ക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. ചിത്രം കുറച്ച് വൃത്തികേടാണെങ്കിൽ
ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കുന്നതാണ്. ഇനി അടുത്തത് സ്പീഡ് കൺട്രോൾ ആണ്. ഇനി ഈ ഹോൾഡിംഗ് കോയിൽ കൂടെ പിന്നെ ഓവർലോഡ് കോയിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിയിട്ടാണല്ലോ പോകുന്നത്. പോണം. അങ്ങനെ കയറി ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് കറണ്ടില് കുറവ് വരൂലേ ഈ ആർമേച്ചറിൽ എത്തുമ്പോഴേക്കും? ഹോൾഡിംഗ് കോയിലിനൊക്കെ നമ്മൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും ഉണ്ടാവുക. ഹോൾഡിംഗ് ആർമേച്ചറിലേക്ക് എത്തുന്ന കറണ്ട് ഹോൾഡിംഗ് കോയിൽ ത്രൂ ദ റെസിസ്റ്റൻസ് വഴിയാണ് പോകുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറെ റെസിസ്റ്റൻസ് കൊടുത്തു, അത് കുറയ്ക്കാൻ നമ്മളെ എന്താ പറയാ നമ്മുടെ നമുക്ക് എത്രയാണോ കുറയ്ക്കേണ്ടത് അതിനനുസരിച്ചാണ് റെസിസ്റ്റൻസ് ചേർക്കുന്നത്. ഹോൾഡിംഗ് കോയിലൊന്നും അത്രത്തോളം നമ്മൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും ഉണ്ടാവുക. റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുക. ഹോൾഡിംഗ് കോയിലും ഓവർലോഡ് കോയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പവർ കൊടുത്താല് കൊടുക്കാൻ പറ്റില്ല. സെപ്പറേറ്റ് എങ്ങനെ പവർ? അതായത് പുറത്തുനിന്ന് ഒരു നെഗറ്റീവും പോസിറ്റീവും ഹോൾഡിംഗ് കോയിലിനും പിന്നെ ഓവർലോഡ് കോയിലിനും കൊടുക്കാം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താ പറയാ പുറത്ത് നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ച് എക്സ്റ്റേണൽ ഡി സി സോഴ്സ് വെച്ച് ഓവർലോഡിന് ഞാൻ പവർ കൊടുത്തു എന്ന് കരുതുന്നത്. അപ്പൊ ഞാൻ എക്സ്റ്റേണൽ ഡി സി സോഴ്സ് ആണ് വെക്കുന്നത്, ലോഡിലേക്ക് കൊടുക്കുന്നത് വേറെ ഡി സി സോഴ്സും. അപ്പൊ ലോഡിലേക്കുള്ള കറണ്ട് പെട്ടെന്ന് കൂടി, ഓവർലോഡ് റിലേയിലൂടെ പോകുന്ന കറണ്ട് കൂടുവോ? ഓവർലോഡ് ഇല്ല, കൂടില്ല. പിന്നെ എന്തിനാ അത് വെക്കുന്നത്? ഓവർലോഡ് റിലേ എന്തിനാ വെക്കുന്നത്? നമ്മളുടെ കറണ്ട് നമ്മളുടെ മോട്ടോറിലേക്ക് പോകുന്ന കറണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താക്കണം? ട്രിപ്പ് ചെയ്യാനാണ്. പക്ഷെ അതിലൂടെ ഒക്കെ കയറി റെസിസ്റ്റൻസ് ഒക്കെ കടന്നിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഈ മോട്ടോർ വർക്ക് ചെയ്യാനുള്ള പവർ അതിനുണ്ടാവുമോ? ഉണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മളിപ്പോ എന്താ പറയാ റെസിസ്റ്റീവ് എലമെന്റ്, അതായത് ഈ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് യുറേക്കനെ കൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത്. അതിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മള് ഹോൾഡിംഗ് കോയിലേക്കാണെങ്കിലും നമ്മള് പിന്നെന്താ ഓവർലോഡ് കോയിൽ ആണെങ്കിലും അതിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ലോ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും. അതായത് 1 ഓമിന്റെ ഇടയിൽ വരുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതും ആ ഡ്രോപ്പ് ഒക്കെ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ഹോൾഡിംഗ് കോയിലൊക്കെ ഇതല്ലേ ഉണ്ടാവുക, കമ്പിച്ചുരുളല്ലേ ഉണ്ടാവുക? കമ്പിച്ചുരുളാണ് ഉണ്ടാവുക. കോപ്പറിന് എത്രയാ റെസിസ്റ്റൻസ് വരുന്നത്? നമ്മള് ലോ റെസിസ്റ്റൻസ് ആയിരിക്കില്ലേ കോപ്പർ ഒക്കെ? ഒരു പച്ചിരുമ്പ് മാഗ്നറ്റ് ആവണമെങ്കിൽ അത്രയും ചുറ്റു വേണ്ടേ? ചുറ്റ് വേണമായിരിക്കാം. പക്ഷെ നമ്മൾ ലോ റെസിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ജനറേറ്റർ, നമ്മൾ ആർമേച്ചർ വൈൻഡിങ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്താ? അതേ കോപ്പറിനെ കൊണ്ട് തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ എല്ലാം ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റാ, എല്ലാത്തിലും നമ്മൾ വൈൻഡിങ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താ? ഈ കോപ്പർ അല്ലേ? അപ്പൊ നമുക്ക് അത്രയും കോപ്പറിന് എന്താ ശരിക്കും കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. നമ്മളിപ്പോ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണെങ്കിൽ ബിലോ 1 ഓമിലാണ് വരുന്നത്. അത്രയും റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഡ്രോപ്പ് ഇല്ലാന്ന് പറയുന്നില്ല, ഡ്രോപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അത് നെഗ്ലിജിബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഒരു മെഷീൻ ഡിസൈനിങ് വരുമ്പോൾ, അതായത് ഡിസൈൻ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ആ ഓരോ ഡ്രോപ്പും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഇതൊന്നും നമ്മളുടെ മോട്ടോറിന്റെ, അതായത് നോർമലി പറയുകയാണെങ്കിൽ മോട്ടോറിന്റെ ഓപ്പറേഷനെ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും. അത് മെഷീൻ ഡിസൈനിങ് വരുമ്പോഴാണ്. മെഷീൻ ഡിസൈനിങ് വരുമ്പോ നമുക്ക് ഇതിന്റെ അതായത് ഓരോ ടേം എടുക്കണം. LF RF എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഓരോ ടേം എടുക്കും. അതായത് അവിടെ എത്രത്തോളം മാഗ്നറ്റൈസിങ് പവർ പോകും, ആ ഓരോ ചെറിയ ചെറിയ ടേംസ് വരെ നമ്മൾ നോക്കും. പക്ഷെ ഇപ്പൊ നമ്മള് ജസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ് നോക്കുകയാണ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്റ്റേണൽ അല്ല, ഉള്ളോട്ട് ഇറങ്ങുന്നില്ല. ഇനി അടുത്തതാണ് സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോർ ആണ്. ഇത് ഞാൻ എന്താ വെച്ചാൽ അത്രയും ഡെപ്തിൽ നമ്മൾ പോകണ്ട കേട്ടോ. കാരണം മെഷീൻ ഡിസൈൻ നിങ്ങൾക്ക് എത്തിക്സ് എലക്ടീവ് പേപ്പർ ഉണ്ട്, നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് മനസ്സിലാവും. കാരണം ആ ഒരു റെസിസ്റ്റൻസിന്റെയും കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് അതിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ നമ്മൾ മെഷീൻ ഡിസൈനിലേക്ക് പോകേണ്ടി വരും. അത്രയും കുഞ്ഞു ടോപ്പിക്കിൽ അത്രയും ഡെപ്തിൽ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ്. അടുത്തത് എന്താ
അടുത്ത ഡൗട്ട്. ആദ്യം കറണ്ട് കുറയ്ക്കാൻ വേണ്ടി റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ അത് സ്റ്റാർട്ടിങ് കഴിഞ്ഞതിന് ശേഷം റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ഒഴിവാക്കുന്നതാണോ? അത് നമ്മളെ ഹാൻഡിൽ ഇങ്ങനെ പോവല്ലേ ചെയ്യുന്നത്. ഹാൻഡിൽ ഇവിടെ എത്തുമ്പോ നമ്മളെ കണക്ഷൻ ഹാൻഡിലിന്റെ മുകളിലാണ് കറണ്ട് വരുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മളെ കറണ്ട് വരുന്നത് എങ്ങോട്ടാ? ഹാൻഡിലിന്റെ മുകളിലേക്കാണ്. അതായത് അപ്പൊ ഈ ഹാൻഡിൽ ഇവിടെ എത്തുമ്പോ ഇത്രയും റെസിസ്റ്റൻസ് കറണ്ട് ഇങ്ങനെയല്ലേ പോവുള്ളൂ. അപ്പൊ അത്രയും റെസിസ്റ്റൻസ് കട്ടായില്ലേ? അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയില്ല. ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോ എല്ലെങ്കിലും കുറയും. കാരണം കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ എത്തി വിചാരിച്ചോ, ഇവിടെ എത്തുമ്പോ കറണ്ട് എങ്ങനെയാ പോവുക? ഇവിടെ ഇതിലൂടെ വന്ന് ഇങ്ങനെ ഇവിടെ എത്തി. അപ്പൊ കറണ്ട് നോക്കും, ഇവിടെ എത്തിയിട്ട് കറണ്ട് നോക്കും. ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണോ എടുക്കുന്നത്. നോക്കുമ്പോ ഇവിടെ എത്ര? 1, 2, 3, 4 റെസിസ്റ്റർ ഉണ്ട്. ഇപ്പുറത്തൊരു റെസിസ്റ്റർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് എന്തായാലും ഇങ്ങോട്ടല്ലേ പോവുള്ളൂ. ഇത് ശരിക്കും ഒരു ചതുരത്തിലൊരു പെട്ടി ഉണ്ടാവുക. നിങ്ങൾ ലാബിൽ പോയിണ്ടെങ്കിൽ നോക്കാം. ഇതിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടകളാണ് ഉണ്ടാവുക. ഇത് ആർക്ക് ഷേപ്പിലാണ് ഉണ്ടാവുക. ഞാൻ എനിക്ക് വരയ്ക്കാൻ ആർക്കായി കിട്ടാത്തോണ്ടാണ്. ഇങ്ങനെ കുറച്ച് ഇതുണ്ടാവുക. ഇതിന്റെ ബ്രാസ് സ്റ്റഡ് ആണ് ഉണ്ടാവുക. ബ്രാസിന്റെ സ്റ്റഡ് ആയിരിക്കും ഇത് ഉണ്ടാവുക. അത് നിങ്ങൾ ഈ 1, 2, 3, 4, 5 കട്ടകളില്ലേ, അതാണിത്. അത് സ്റ്റഡ് എന്നാണ് പറയുന്നത്. ബ്രാസിന്റെ സ്റ്റഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഫസ്റ്റിൽ ഒരു സ്റ്റഡ് ഉണ്ടാവേ. നമ്മളെ ഹാൻഡിൽ നിങ്ങൾ പുറത്ത് നോക്കുമ്പോ ഇങ്ങനെ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഇങ്ങനെയായിരിക്കും ഹാൻഡിൽ ഉണ്ടാവുക. സ്പ്രിങ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. നിങ്ങളെ ഈ സംഭവം നിങ്ങൾ പോകുമ്പോ ലാബിൽ പോകുമ്പോ നോക്കുക. നിങ്ങൾ ഈ ഹാൻഡിൽ നിൽക്കുന്നത് ഈ 1ാമത്തെ സ്റ്റഡിലായിരിക്കും. പക്ഷെ അത് ഓഫ് കണ്ടീഷൻ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ഈ കാണിക്കുന്ന സ്റ്റഡ് 1 ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ സ്റ്റഡിലേക്കായിരിക്കും എത്തുക. ഉള്ളിൽ നിങ്ങൾ നോക്കുമ്പോ കുറെ കമ്പി ചുരുളുകളായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ R = ρ L/A ആണ്. ലെങ്ത് കൂട്ടണമെങ്കിൽ എന്താക്കിയത്? ചുറ്റിയാ മതിയല്ലോ. താഴെ നിങ്ങൾ ഇത് ഊരി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ തന്നെയായിരിക്കും എന്തുണ്ടാവുക? ഇവിടെ ഹോൾഡ് ഓൺ കോയിലും കാണും, ഇവിടെ ലോ വോൾട്ട് ഓവർലോഡ് റിലേയും കാണും, ഇവിടെ ഹോൾഡിംഗ് കോയിലും കാണും. ഇത്രയും നിങ്ങൾ ആ ഫ്രണ്ടിലെ കവർ ഊരുമ്പോൾ കാണുള്ളൂ. കണക്ഷൻ സെറ്റിംഗ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ 4 സ്ക്രൂ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ചുരുളുകളാക്കിയിട്ട് ഇതെല്ലാം കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ഓരോന്നും ടാപ്പ് ചെയ്ത് ഈ സ്റ്റഡിലേക്ക് കണക്ഷൻ കൊടുക്കുകയായിരിക്കും ചെയ്യാം. നിങ്ങൾ ലാബിൽ പോകുമ്പോ ഒന്ന് സാറോട് ചോദിച്ചു, അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാബിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടർ ഇങ്ങനെ മൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യാം. മോട്ടോറിന്റെ നിങ്ങൾ കണക്ഷൻ കൊടുക്കുന്ന ബോർഡില്ലേ, കണക്ഷൻ കൊടുക്കുന്ന ബോർഡിന്റെ അവിടെ LFA എഴുതിയിട്ടുണ്ടാവും. ഇത്രയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ലാബിൽ ചെയ്യാൻ. അതാ പറഞ്ഞത് ഒന്ന് ഊരി നോക്കാന്നുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഞാൻ സ്പീഡ് കൺട്രോളിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, ഇനി ഞാൻ പറയുന്നില്ല സ്പീഡ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ആരെങ്കിലും പറഞ്ഞോളൂ. ഫീൽഡ് റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസ് കേബിൾ കിട്ടി വെറുതെ പറയാൻ പറ്റില്ല. അതായത് N proportional to EB/I ആണ്. ഓക്കെ, അതൊക്കെ ദേവത്തിൽ നിന്നോ ബാക്കിയുള്ളവർ പറയട്ടെ. അത്രയും ദേവത്തിൽ അവിടെ എനിക്ക് ഹിന്റ് തന്നിട്ടുണ്ട്. ബാക്കി പറയിക്കോളൂ. സ്പീഡ് ഫ്ലക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സ്പീഡ് ഫ്ലെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതിനെ കൊണ്ട് എങ്ങനെ ഫ്ലെക്സ് എങ്ങനെ കൺട്രോൾ ചെയ്യും? ഫ്ലെക്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? റിയോസ്റ്റാറ്റ് ഫീൽഡ് സീരീസ് ആയിട്ട് ഫ്ലക്സ് കറണ്ട് കൺട്രോൾ ചെയ്തിട്ട്. യെസ്, അതിന്റെ മെത്തേഡ് ആണ് ആദ്യം പറഞ്ഞ ആളെ പേര് എനിക്കറിയില്ല. അതിന്റെ മെത്തേഡ് ആണ് ആള് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ റെസിസ്റ്റൻസ് വെച്ച് കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത് റെസിസ്റ്റൻസ് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചില്ലെങ്കിൽ
കറണ്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ വൈവേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കറക്റ്റ് എന്താ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്ന ഫ്ലെക്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന്. ഫ്ലെക്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം? കറണ്ട് വെച്ചിട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. കറണ്ട് എങ്ങനെയാ, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് ചോദിച്ചാൽ ബൈ കൺട്രോളിങ് ദ റെസിസ്റ്റൻസ്. ഫീൽഡിലോട്ടുള്ള റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒരാൾ മെത്തേഡും പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ ആളെ പേരെന്താ? ആരെ പേരെന്താ? അല്ല, അതിന് മുമ്പ് പറഞ്ഞത് ഷെരീഫ് ഖാന്റെ മുമ്പ് പറഞ്ഞത്. ആ, എനിക്കില്ലേ 2-3 പേരെ വോയിസേ അറിയുള്ളൂ കേട്ടോ പറയുന്ന. ഒന്ന് അഖില്, ഒന്ന് ദേവദത്ത്, ഒന്ന് ഷെരീഫ് ഖാൻ. കാരണം ബാക്കിയുള്ളവരുടെയൊന്നും വോയിസ് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. പിന്നെ അവരുടെ വോയിസ് അറിയാം, ബാക്കിയുള്ളതൊന്നും പറയാത്തോണ്ടാണ്. അപ്പൊ ഒരാള് പറഞ്ഞു, ആള് പറഞ്ഞു കഴിഞ്ഞു എന്ത്? ബൈ കൺട്രോളിങ് ദ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കറണ്ട് കൺട്രോൾ ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും? വൈൻഡിങ് ടാപ്പ് ചെയ്തു കറണ്ട് കൺട്രോൾ ചെയ്തിട്ട്. അത് കറണ്ട് കൺട്രോൾ, ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. ഈ ഫ്ലെക്സിന് അല്ലാതെ വേറെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ബൈ കൺട്രോളിങ് ദ ഫ്ലെക്സ് വി ക്യാൻ ചേഞ്ച് ദ സ്പീഡ്. അതല്ലാതെ വേറെ എന്തെങ്കിലും മെത്തേഡ്? ആർമേച്ചർ കൺട്രോൾ പറഞ്ഞു. ഇനി ഷെരീഫ് എന്താ പറഞ്ഞത്? വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? വോൾട്ടേജ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വോൾട്ടേജ് കൺട്രോൾ പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ സ്പീഡ് ഇക്വേഷൻ n പ്രപ്പോർഷണൽ ടു EB by phi ആണ്. EB യുടെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. EB is equal to V minus IARA. സോ ഇതിൽ നോക്കുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാൾ ആരാണ്? ആർമേച്ചർ കറണ്ട് മാത്രമാണ്. കാരണം നമുക്ക് ആർമേച്ചർ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡിംഗ് ആണ്. അപ്പൊ ലോഡിന് നമുക്ക് ഇന്ന ലോഡേ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ലോഡേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ലോഡ് വേണമെങ്കിൽ ഒരു മോട്ടോറിന് ഇത്ര HP എന്ന് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ HP കൂടുകയും ആ HPന്റെ വിത്തിൻ ആ HPയിൽ നമുക്ക് പറയാം. അതിൽ ഇത്ര കറണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. മാക്സിമം ഫുൾ ലോഡ് കറണ്ട് വരെ നമുക്ക് കൊടുക്കാലോ. അപ്പൊ IA മാത്രമേ നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുള്ളൂ. അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഫ്ലെക്സ് കൺട്രോൾ ചെയ്യാം, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൺട്രോൾ ചെയ്യാം, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ അല്ലെങ്കിൽ വേരി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും നമുക്ക് സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിനെ മാറ്റിയാൽ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ബൈ ചേഞ്ചിങ് ദ ഫ്ലെക്സ്, ബൈ ചേഞ്ചിങ് ദ ടെർമിനൽ വോൾട്ടേജ് or applied voltage, by changing the armature resistance. ഈ 3 മെത്തേഡ് വഴിയാണ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? സ്പീഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഇതില് ഫൈ എന്ന് പറയുന്നത് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ആള് മാത്രമാണ്. ഫ്ലെക്സ് ഈസ് റിലേറ്റഡ് ടു ഫീൽഡ് ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസും വോൾട്ടേജും വരുന്നത് ആർമേച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്പീഡ് കൺട്രോളിനെ 2 ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്ന് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്നും മറ്റൊന്ന് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. സോ നമുക്ക് സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 2 മെത്തേഡ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആൻഡ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. 5 മാർക്ക് സിലബസിൽ കറക്റ്റ് ആ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ EB by phi EB is equal to V minus IAR. ഈ പഠിച്ചില്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക്, ബാക്കിയൊന്നും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മള് അതായത് നമുക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്താൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. സിലബസിൽ അങ്ങനെ ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി.
n proportional to EB by 5, EB is equal to V minus IARA. ഇതില് IA നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ മാറ്റാം? By changing the flex, by changing armature resistance, by changing the applied voltage. ഈ 3 ആളുകളെ മാറ്റാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. So by controlling the terminal voltage, by controlling the armature resistance, by controlling the field, ഇത്രയും 3 ഫാക്ടേഴ്സിനെ മാറ്റാൻ പറ്റുവാണെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് ഫ്ലെക്സ് ഈസ് റിലേറ്റഡ് ടു, ഫ്ലെക്സ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മെത്തേഡിനെ പറയുന്നത് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്. അത് എങ്ങനെ വേണമെങ്കിലും അച്ചീവ് ചെയ്യാം. കുറെ മാർഗങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലക്ഷ്യം ഒറ്റയൊന്നുള്ളൂ, മാർഗങ്ങൾ പലതും പറയില്ലേ, അതാണ് ലക്ഷ്യം. എന്താണ്? ഫ്ലെക്സിനെ കൺട്രോൾ ചെയ്യാം. മാർഗങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. അത് മാർഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന് ആർമേച്ചറിലാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ ആർമേച്ചർ നെക്രോസ് ആയിട്ടാണ്. സോ അത് രണ്ടും വരുന്നത് ഏതിലാണ്? ആർമേച്ചർ കൺട്രോളിലാണ്. സോ ബൈ ചേഞ്ചിങ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് ബൈ ചേഞ്ചിങ് ദ അപ്ലൈഡ് വോൾട്ടേജ്, ഇത് രണ്ടും വരുന്നത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡിലാണ്. സോ ഇങ്ങനെ 2 മെത്തേഡാണ് സ്പീഡ് കൺട്രോളിന് ഉള്ളത്. ഓക്കെ ആണല്ലോ? അതില് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമ്മൾ ജസ്റ്റ് ഈ 2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് പോകും കേട്ടോ. അടുത്തത് സ്പീഡ് കൺട്രോൾ ഓഫ് DC ഷണ്ട് മോട്ടോർ ആണ്. അതില് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഇത് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്താണെന്നുള്ളത്? ഈ എപ്പോഴും പറയുന്ന ആളുകളല്ലാതെ വേറെ ക്ലാസ്സിൽ ഇത്ര ആളുള്ളൂ. നമ്പർ 1 അബ്ദുൽ ഖഹർ. ആളില്ലേ? എന്താണ് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ ആണ്. ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് കുറച്ച് കൂട്ടാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും സ്പീഡ് ചേഞ്ച് ചെയ്യാം. എന്റെ ഒരു ക്വസ്റ്റ്യൻ, is it possible to decrease the armature resistance? ആർമേച്ചർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും ഈ മെത്തേഡ് വഴി? ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, ബാക്കി എല്ലാവരും ചിന്തിച്ചോളൂ. ഈ ഒരു മെത്തേഡ് വഴി ആർമേച്ചർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുമോ? അറിയാൻ അറിയില്ല, പെട്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, സമയം പോക്കണ്ട. അറിയില്ല. നമുക്ക് ജിതിനോട് ചോദിക്കാം. ജിതിൻ സി, ജിതിൻ ഇല്ലേ ക്ലാസ്സില്? ഒന്ന് പറഞ്ഞു ഇതിനെ. റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റുമോ? ഞാൻ ഈ പിക്ചർ വെച്ചിട്ടുണ്ട്. അതില് ആർമേച്ചർ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചത് ആർമേച്ചർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർമേച്ചറിന്റെ ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറയ്ക്കാൻ കൂട്ടാണ് 2 പോസിബിൾ ആണോ, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുമോ? വെച്ച് കുറയ്ക്കും. ഞാൻ ചോദിച്ചിരിക്കുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുമെന്നാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റില്ല, ഉറപ്പാണോ? എന്തുകൊണ്ടാ? വൈൻഡിങ് റെസിസ്റ്റൻസിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, ഉറപ്പാണല്ലോ. അപ്പൊ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ഇതിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും മാറുന്നത്? പ്രപ്പോർഷനാലിറ്റി ഞാൻ ഇങ്ങനെയാക്കാം. പ്രപ്പോർഷനാലിറ്റി വി മൈനസ് n പ്രപ്പോർഷണൽ ടു വി മൈനസ് IA. ആറിന്റെ കൂടെ ഞാൻ എന്തും കൂടെ ചേർത്താണ് പ്ലസ്, ഇത് R നാക്കി കേട്ടോ, പ്ലസ് R ബൈ 5 എന്നാണ് ആക്കിയിരിക്കുന്നത്.
അപ്പൊ ഈ RA എന്തായാലും അവിടെ ഉണ്ടാവും. എനിക്കറിയാം നമ്മുടെ മോട്ടോർ ഒരു വൈൻഡിങ് ഏതോ ഒരു കമ്പനി ഉണ്ടാക്കി കൊണ്ടുവന്നതായിരിക്കും. അതിന്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് ഇടയ്ക്ക് ഞാൻ 2-3 വൈൻഡിങ് പിടിച്ചു വലിച്ചു ഊരിയിട്ട് അതിന്റെ റെസിസ്റ്റൻസ് കൂട്ടാനോ കുറയ്ക്കാനോ എനിക്ക് പറ്റിയില്ല. ബൈ ആഡിങ് ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എനിക്ക് അതിന്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ആർമേച്ചർ വൈൻഡിങ്ങിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു 1 ohm റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ 1 ohmനേക്കാൾ എനിക്ക് റെസിസ്റ്റൻസ് കൂട്ടാനേ പറ്റുള്ളൂ. ഒരിക്കലും എനിക്ക് 1 ohmനേക്കാൾ കുറയ്ക്കാൻ പറ്റില്ല. കാരണം 1 ohmനേക്കാൾ ഞാൻ കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ചിത്രത്തിൽ അത് പോസിബിൾ അല്ല. ഒന്നുകിൽ ഞാൻ വൈൻഡിങ് ഊരി മാറ്റേണ്ടി വരും. ഈ ഒരു ചിത്രത്തിൽ അത് പോസിബിൾ അല്ല എന്ന് ഉറപ്പിക്കാം. ഓക്കെ ആണോ അത് പറഞ്ഞിരിക്കുന്നത്? ഇനി അടുത്ത എന്റെ ഡൗട്ട്, ഈ മെത്തേഡ് വെച്ചിട്ട് സ്പീഡ് എബവ് നോർമൽ സ്പീഡ് ആണോ ബിലോ നോർമൽ സ്പീഡ് ആണോ കിട്ടുക എന്നുള്ളതാണ്. അതാരാ? അക്ഷയ് ഇല്ലേ? അക്ഷയ്ദാസ്. അക്ഷയ് ഉണ്ടോ? ഹലോ, അക്ഷയ് ഒന്ന് പറഞ്ഞേ. എന്താണ്? ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എനിക്ക് സ്പീഡ് കൂട്ടാനല്ല. ഇപ്പൊ റേറ്റഡ് സ്പീഡ് 1500 RPM ആണെന്ന് കരുതുക. ഇത് വെച്ചിട്ട് എനിക്ക് കൂട്ടാനാണോ പറ്റുക കുറയ്ക്കാനാണോ പറ്റുക? കുറയ്ക്കാനുണ്ട് പറ്റും. കുറയ്ക്കാൻ. അതെന്താ അങ്ങനെ കൂട്ടാൻ പറ്റാത്ത? കുറയ്ക്കുക എങ്ങനെയാ? പറഞ്ഞത് അത് റെസിസ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ കൂട്ടാണോ ചെയ്യാം? റെസിസ്റ്റൻസ് സ്പീഡ് കൂടല്ലേ പറഞ്ഞത്? അല്ലെ കുറയോ? സ്പീഡ് കുറയ്ക്കാനല്ലേ പറ്റും. കുറയ്ക്കാൻ. അപ്പൊ ഇത് ഈ ഒരു മെത്തേഡ് വഴി എന്ത് മാത്രമേ പറ്റുള്ളൂ? ബിലോ ദ റേറ്റഡ് സ്പീഡ് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് n പ്രപ്പോർഷണൽ ടു EB/phi എന്നാണ്. നമുക്ക് ഇവിടെ EBയുടെ ഇക്വേഷൻ എന്താ? നമുക്ക് ഇവിടെ EBയുടെ ഇക്വേഷൻ എന്താ? EB V മൈനസ് IA/RA ആണ്. ഇതിൽ ഞാൻ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി? IA × RA + RI. അതായത് ഈ ഒരു ടേം കൂടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ടേം കൂടുമ്പം EB ഇവിടെ എന്താ ചെയ്യുന്നത്? EB കുറയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ V220 IA × RA + R കൂടി IA × RA + R കൂടുകയാണെങ്കിൽ, ഈ ഒരു ടേം കൂടുകയാണെങ്കിൽ ഈ ഡിഫറൻസ് എന്താ ചെയ്യാ? കുറയല്ലേ ചെയ്യാ? അതായത് EB കുറയാണ് ചെയ്യുന്നത്. 10 - 2 8 അല്ലേ വരിക? 10 - 5 വരുമ്പോ 5 ആയി പോകില്ലേ? അതായത് ഈ ഒരു ടേം കൂടുമ്പോ ഡിഫറൻസ് കുറയല്ലേ ചെയ്യാ? സോ IA/RA കൂടുകയാണെങ്കിൽ EB കുറയും. EB is directly proportional to speed ആണ് പറഞ്ഞിരിക്കുന്നത്. EB is directly proportional to speed ആണ്. That means EB കുറയാണെങ്കിൽ എന്തും കുറയും, സ്പീഡും കുറയും. So this method is used to achieve speed below the rated speed. സ്പീഡ് റേറ്റഡ് സ്പീഡിനേക്കാൾ കുറയേണ്ട കേസിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ പറഞ്ഞ മെത്തേഡില് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ, ഇതില് പേരിൽ തന്നെ ഉണ്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്നാണ്. ആർമേച്ചറിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. സോ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് കൂടി. ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് കൂടിയപ്പോ IA/RA ഡ്രോപ്പ് കൂടി. IA/RA ഡ്രോപ്പ് കൂടിയപ്പോ R കൂട്ടിയപ്പോ RA + R കൂടി. അങ്ങനെ ആകുമ്പോ IA × RA + R ഡ്രോപ്പ് കൂടി. അതായപ്പോ EB കുറഞ്ഞു. EB കുറഞ്ഞപ്പോ സ്പീഡ് കുറഞ്ഞു. ഇതാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. എന്താ ഷാജിയുടെ ബാക്ക് എന്താ സാധ്യത ബാക്ക് EMF ഡൗട്ട്? നിങ്ങൾ